എറണാകുളത്ത് വനിതാ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളും ഓട്ടോ ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. തൃശൂർ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ പരിപാടി നടന്നു. പരിപാടിയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ കോട്ടപ്പുറം കടയിൽ നിന്ന് പണം അപഹരിച്ച സംഭവത്തിൽ മോഷ്ടാവ് പിടിയിലായത് കുരുവിലശ്ശേരി സ്വദേശി ബാബു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ സേവ് വയനാട് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മണലൂർ യൂണിറ്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് 15,000 രൂപ മണലൂർ യൂണിറ്റ് ഭാരവാഹികൾ കൈമാറി. ഒരു ജില്ലാ കമ്മിറ്റി ഒരു വീടെന്ന നിലയിൽ 14 വീടുകൾ നിർമ്മിച്ചു നൽകും. തിരുവനന്തപുരം കല്ലറയിൽ പൊള്ളലേറ്റ് യുവതി മരിച്ചത് മുതുവിള സ്വദേശി സുമ. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജീവൻ ഒടുക്കിയതെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച ലോക മുലയൂട്ടൽ വാരാചരണം സമാപിച്ചു. സമാപന ഉദ്ഘാടനം അവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് തലക്കോടൻ നിർവഹിച്ചു. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. വയനാട് ദുരന്തബാധിതർക്ക് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സഹായം. ജില്ലാ കമ്മിറ്റി സമാഹരിച്ച വിഭവങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൈമാറി. FITU ജില്ലാ ജനറൽ സെക്രട്ടറി KS മെഹറുന്നിസ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കോട്ടയം അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെൽ പ്രവർത്തനം ആരംഭിച്ചു. സെല്ലിന്റെ ഉദ്ഘാടനം കോട്ടയം IIIT ഡീൻ ഡോക്ടർ എബിൻ രാജ് നിർവഹിച്ചു. കോളേജിലെ പ്ലേസ്മെന്റ് സെൽ വഴി ഈ വർഷം ജോലി നേടിയത് 100-ൽ പരം വിദ്യാർത്ഥികൾ. മലപ്പുറം പൊന്നാനിയിൽ അധ്യാപിക കുഴഞ്ഞു വീണ് മരിച്ചത് തൃശൂർ വടക്കേക്കാട് സ്വദേശി BVK ബിന്ദു. മരണം രക്ഷിതാക്കളുമായി സംസാരിക്കുന്നതിനിടെ. പൊന്നാനി MI ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അധ്യാപികയാണ്. പാലക്കാട് പട്ടാമ്പിപ്പാലം വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പാലം തുറന്നുകൊടുത്തത് നിബന്ധനകളോടെ. പാലത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയം വയനാടിനായി കൈകോർത്ത് DYFI. മീൻ കച്ചവടം നടത്തിയാണ് DYFI പുതുപ്പള്ളി മേഖലാ കമ്മിറ്റി സഹായം സ്വരൂപിച്ചത്. കച്ചവടത്തിലൂടെ ലഭിച്ച 20,000 രൂപ സഹായനിധിക്ക് കൈമാറി. വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി തൃശൂർ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ കരാർ തൊഴിലാളികൾ. ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. യൂണിറ്റ് സെക്രട്ടറി മിനി സുരേഷ് ജില്ലാ ട്രഷറർ അജീഷ് തോമസിന് തുക കൈമാറി. തൃശൂർ കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂളിലെ 2 വിദ്യാർത്ഥികൾ അവാർഡ് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പണം നൽകിയത് വിദ്യാർത്ഥികളായ ബ്രിട്ടോ ടോം ബിജുവും അതിർത്ത് K ചന്ദ്രനും. മദർ തെരേസ സേവന അവാർഡിന് ലഭിച്ച പണമാണ് തൃശൂർ ജില്ലാ കളക്ടർക്ക് കൈമാറിയത്.